എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. SSC CGL പരീക്ഷയുടെ റീസണിംഗുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ടീംമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസീർ. CGL പരീക്ഷയിൽ റീസണിംഗ് സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാനും കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. 5 advocates G, N, M, L and A are sitting around a circular table facing towards the center, not necessarily in the same order. A sitting between G and L, M is second to the right of L, G is towards the immediate left of A. Who is sitting second to the left of A? ഇത് 2022 CGL പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. സീറ്റിംഗ് അറേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു റൗണ്ട് ടേബിൾ വരച്ച ശേഷം ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തുകയും ശേഷം ഒരാളുടെ പൊസിഷനെ സ്ഥിരമാക്കി വെച്ച് അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ പൊസിഷൻ കണ്ടുപിടിക്കുകയും ചെയ്യാം. ആദ്യം ആരെ തിരഞ്ഞെടുക്കുന്നു എന്നതിനനുസരിച്ച് ഉത്തരത്തിലേക്കുള്ള വേഗതയും വ്യത്യാസപ്പെടാം. അടുത്തൊരു ചോദ്യം നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൺ വേർഡ് ആസ് ദേ അപ്പിയർ ഇൻ എ ഇംഗ്ലീഷ് ഡിക്ഷണറി. തന്നിട്ടുള്ള വാക്കുകളിൽ ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വാക്കുകൾ ഇങ്ങനെയാണ്: മാർഷ്യൽ, മാർട്ടിയർ, മാർക്കിംഗ്, മാർവൽ. ഇതിലെ എല്ലാ വാക്കുകളെയും ഓർഡറിലാക്കുന്നതിന് പകരം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ആദ്യത്തെ വാക്ക് ഏത് വരും എന്ന് നോക്കിയാൽ മതി. ഇനി ഒരേ വാക്കുകൾ തന്നെ 2 തവണ വരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വാക്കുകൾ നോക്കുമ്പോഴേക്കും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതുപോലെ തന്നെയുള്ള വേറെ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് നമ്പർ സീരീസ് അല്ലെങ്കിൽ ലെറ്റർ സീരീസ്. ഇതിൽ നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ അല്ലെങ്കിൽ ലെറ്റർ തന്നിട്ടുണ്ടാവും. അതിൽ വിട്ടുപോയതോ അല്ലെങ്കിൽ അടുത്തു വരുന്നതോ ആയ നമ്പറിനെ കണ്ടുപിടിക്കാനാണ് ചോദ്യം ഉണ്ടാവുക. ഉദാഹരണമായി 2022 CGL പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം നോക്കാം. വിച്ച് ലെറ്റർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് സീരീസ് B, E, H, K, N? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ കോഡിംഗ് ഡീകോഡിംഗ് റിലേറ്റഡ് ആയ ചോദ്യങ്ങളും ഉത്തരം ചെയ്യാൻ വേണ്ടി ഓരോ ലെറ്ററിന്റെയും പ്ലേസ് വാല്യൂ അറിഞ്ഞിരിക്കണം. നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ B, അത് കഴിഞ്ഞ് E, പിന്നീട് H എന്നാണുള്ളത്. അതായത് ഒരു ലെറ്റർ കഴിഞ്ഞ് ശേഷം വരുന്ന മൂന്നാമത്തെ ലെറ്ററാണ് സീരീസിൽ അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ അവസാനത്തെ ലെറ്ററായ N കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്ററായ Q ആയിരിക്കും ഉത്തരം വരിക. അടുത്തതായി റീസണിംഗ് സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളതുമായ ടോപ്പിക്കാണ് സിലോജിസം. അതിനെപ്പറ്റി നോക്കാം. ഇതിൽ 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ തരികയും അതിനെ സംബന്ധിച്ച് കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാവുകയും ചെയ്യും. നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻ ചെക്ക് ചെയ്യണം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് നോക്കേണ്ടതില്ല. ഉദാഹരണമായി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഓൾ ബേർഡ്സ് ആർ ക്രോസ്, സം ക്രോസ് ആർ പാരറ്റ്, നോ ക്രോസ് ഈസ് പീജിയൻ. ശേഷം കൺക്ലൂഷനായിട്ട് പറയുന്നു നോ പാരറ്റ് ഈസ് പീജിയൻ, സം ബേർഡ്സ് ആർ പാരറ്റ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് വെച്ചുകൊണ്ട് വേണം കൺക്ലൂഷൻ ചെക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇതിൽ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ കൂടാതെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മറ്റു ചില ഭാഗങ്ങളെക്കുറിച്ചും കൂടി നോക്കാം. മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ്. ഇതിൽ നമുക്കൊരു ഇമേജ് തന്ന ശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മിറർ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെ ആവും എന്ന രീതിയിലും ചിത്രത്തിൻ്റെ വാട്ടർ റിഫ്ലക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ സിമിലാരിറ്റിയുള്ള ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒഴിവാക്കിയ ശേഷം അത് കണ്ടുപിടിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാ ചോദ്യപേപ്പറിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഫോൾഡിംഗ് പേപ്പർ. ഒരു പേപ്പർ മടക്കി അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കട്ട് ചെയ്യുകയും ശേഷം അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിയതുപോലെ നിവർത്തുകയുമാണെങ്കിൽ പേപ്പറിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്ന ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേഗത്തിൽ കിട്ടാൻ വേണ്ടി കഴിയാവുന്നത്രയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. SSC CGL പരീക്ഷയുടെ റീസണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ റംസീർ. എക്സാം കാപ്സ്യൂൾ.